കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ എടുത്തതിന് ശേഷമുണ്ടായ ദാരുണമായ അത്യാഹിതമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് ജാരിയത്തിൻ്റെ മരണം എന്നാണ് ബന്ധുക്കളാകെ തന്നെ പരാതിപ്പെടുന്നത്. കരുനാഗപ്പള്ളി സവറ ആറുമുറിക്കട ജംഗ്ഷന് വടക്കുവശം വലിയത്ത് ജംഗ്ഷന് സമീപമുള്ള 22 വയസ്സുകാരിയായ ജാരിയത്ത് പ്രസവ സംബന്ധമായി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതിനെ തുടർന്ന് ഒരു നാടും നാട്ടാരും ഒന്നടങ്കം ശക്തമായ പ്രതിഷേധത്തിലാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജാരിയത്തിൻ്റെ വീട് സന്ദർശിച്ച കൊല്ലം പാർലമെന്റ് അംഗം അഡ്വക്കേറ്റ് NK പ്രേമചന്ദ്രൻ ശക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 8 വയസ്സുള്ളൊരു മക്കളുടെ കണക്കിരിക്കുക, 22 വയസ്സുണ്ടെന്ന് പോലും പറയത്തില്ല. ജാരിയത്ത് സവറ തേവലക്കര പഞ്ചായത്തിൽ ജാരിയത്ത് എന്ന 22 വയസ്സുള്ള യുവതിയായ പെൺകുട്ടി പ്രസവ സംബന്ധമായ ചികിത്സയെ തുടർന്ന് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ അനസ്തേഷ്യ എടുത്തതിന് ശേഷമുണ്ടായ ദാരുണമായ അത്യാഹിതമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് ജാരിയത്തിൻ്റെ മരണം എന്നാണ് ബന്ധുക്കളാകെ തന്നെ പരാതിപ്പെടുന്നത്. സത്യത്തിൽ ഡെലിവറിക്ക് സമയമായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർമാർ പെൺകുട്ടിയുടെ ഉമ്മയോടും വാപ്പയോടും സിസേറിയൻ സംബന്ധമായിട്ടുള്ള ഡെലിവറിയാണ് എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അനസ്തേഷ്യയുടെ ഡോക്ടറെ വിളിച്ചു വരുത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതിനാവശ്യമായിട്ടുള്ള തുക അടക്കം അവർ കൊടുക്കാമെന്ന് പറഞ്ഞു. പെൺകുട്ടിയെ തിയേറ്ററിൽ കയറ്റി അനസ്തേഷ്യ കൊടുത്തതിന് ശേഷമാണ് സ്ഥിതി വഷളാകുന്നത്. അതിനുശേഷമാണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ നിർദ്ദേശിക്കുകയും വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തപ്പോൾ തന്നെ അവിടുത്തെ ഡോക്ടർമാർ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാണ്, സാധ്യത വളരെ പരിമിതമാണ് എന്ന നിലയിലാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ പ്രതികരിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബന്ധുക്കളും വീട്ടുകാരും ബലമായി സംശയിക്കുന്നു ഗുരുതരമായിട്ടുള്ള മെഡിക്കൽ നെഗ്ലിജൻസ് ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന സംശയം ദൃഢീകരിക്കപ്പെടുകയാണ്. മതിയായ പരിചരണവും ശുശ്രൂഷയും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തെ സംബന്ധിച്ച് ഗൗരവതരമായ അന്വേഷണം നടത്തേണ്ടത് അനിവാര്യമാണ്. നമുക്കെല്ലാം അറിയാം, മെഡിക്കൽ നെഗ്ലിജൻസ് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് വെറും സാധാരണ കുടുംബത്തിൽപ്പെട്ട 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ഏതാണ്ട് ഡെലിവറി സമയം അടുത്തിരുന്ന ഘട്ടത്തിൽ അനസ്തേഷ്യ ചെയ്തതിന് ശേഷം അത്യാഹിതത്തിലേക്ക് മാറേണ്ട അവസ്ഥ വന്നു എന്ന് പറഞ്ഞാൽ എന്തോ പിഴവ്, പാളിച്ച അല്ലെങ്കിൽ നെഗ്ലിജൻസ് ഉണ്ടായി എന്ന ന്യായമായ സംശയമാണ് രക്ഷകർത്താക്കളും വീട്ടുകാരും കുടുംബത്തിലുള്ളവരും പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാരും ഉന്നയിക്കുന്നത്. മാത്രവുമല്ല, വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ഉണ്ടായ ഡോക്ടർമാരുടെ പ്രതികരണവും സമാന സ്വഭാവത്തിലുള്ളതായിരുന്നു. അപ്പോൾ അത്തരമൊരു പശ്ചാത്തലത്തിൽ ഈ കാര്യത്തെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കാൻ പര്യാപ്തമായ നിലയിലുള്ള നീതിയുക്തമായ ഒരു അന്വേഷണം നടത്തി ഇതിൽ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടെങ്കിൽ, വൈദ്യശാസ്ത്രപരമായിട്ടുള്ള വീഴ്ച ഈ കാര്യത്തിലുണ്ടെങ്കിൽ ഉചിതമായ നടപടികൾ സ്വീകരിക്കാൻ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാകണം എന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടാനുള്ളത്. മാത്രവുമല്ല, സാധാരണ കുടുംബമായിട്ടുള്ള ആ കുടുംബത്തിൽ 22 വയസ്സുള്ള യുവതിയായ പെൺകുട്ടിയെ നഷ്ടപ്പെട്ട പശ്ചാത്തലത്തിൽ അതും ഒരു താലൂക്ക് ആശുപത്രിയിൽ വെച്ച് മെഡിക്കൽ നെഗ്ലിജൻസിൻ്റെ ഭാഗമായിട്ടാണെന്ന് വീട്ടുകാർ സംശയിക്കുന്ന, ദൃഢമായി ബലമായി തന്നെ സംശയിക്കുന്ന സാഹചര്യത്തിൽ ആ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കൂടി ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ആദ്യം ഇതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ ഒരു അന്വേഷണം അനിവാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ കുടുംബത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി കൂടി ഗവൺമെൻറ് തയ്യാറാകണം എന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നു. ആ പ്രിയപ്പെട്ട സഹോദരിയുടെ അകാലത്തിലുള്ള ആ അത്യാഹിതപൂർവമായിട്ടുള്ള മരണത്തിലുള്ള അഗാധമായ ദുഃഖം, അനുശോചനം ഞാൻ ഈ അവസരത്തിൽ പ്രദേശത്ത് പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് അംഗം, പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി എന്ന നിലയിൽ ഈ അവസരത്തിൽ ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. അതുപോലെ ഞാൻ ആവർത്തിച്ചു പറയുന്നു, ഈ കാര്യത്തിൽ വീട്ടുകാരും നാട്ടുകാരും കുടുംബത്തിലുള്ളവരും ഒക്കെ ഒരു ഗുരുതരമായ മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ട് എന്ന്, ഗ്രോസ് മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ട് എന്ന് സംശയിക്കുന്ന പശ്ചാത്തലത്തിൽ ആ കാര്യത്തിനെ സംബന്ധിച്ചൊരു വിദഗ്ധമായ അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണം എന്നുകൂടി ഈ അവസരത്തിൽ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്.